ഹായ് എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ബാഗാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ കിട്ടുന്ന കവറ് വെച്ചിട്ടാണ് ഞാൻ തുണി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആ കവറിൻ്റെ അളവിനാണ് നമുക്ക് ആ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. അടിവശം ഒന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കണം. അപ്പം നമുക്ക് അളവ് നോക്കാം ഇതിൻ്റെ. ഇപ്പോൾ വീതി 10 ഇഞ്ചാണ്, 10 ഇഞ്ച് വീതി, 13.5 ഇഞ്ച് നീളമാണ്. ഇപ്പോൾ ലെങ്ത് 13.5 ഇഞ്ചാണ്. അപ്പം നമുക്ക് 2 പീസ്, ഇതൊരു ഷോർട്ട് ടോപ്പിൻ്റെ ആണ്. നമുക്ക് 2 പീസ് ഇതേ അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഈ കവറിൻ്റെ അളവിനാണ് കട്ട് ചെയ്യേണ്ടുന്നത്. ശേഷം നമുക്ക് ആ കട്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഹാൻഡിലായിട്ട് വരുന്നതാണ്. അത് കറക്റ്റ് അളവിന് വെച്ചതിന് ശേഷം 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾക്ക് ആ തയ്ച്ച ഭാഗത്തെ തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് സെൻറ്ററിലൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ശേഷം നമുക്കതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് നല്ല ഭാഗത്തേക്ക് ആക്കണം. ഇപ്പോൾ റൈറ്റ് സൈഡാക്കി എടുത്തിട്ടുണ്ട്. ശേഷം കറക്റ്റ് ആ ലെവലിന് പിടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം 4 സൈഡും ഓരോ പ്രാവശ്യം ഒന്ന് തയ്ച്ച് കൊടുക്കണം. 4 സൈഡും 2 പ്രാവശ്യം ഒന്ന് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ 4 സൈഡും 2 പീസിൻ്റെ ഒന്ന് തയ്ച്ചതിന് ശേഷം നമ്മൾക്ക് ആ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് തുണി വെച്ചൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ പൈപ്പിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 2 കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കാം. ഇപ്പോൾ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾക്കൊരു 1.5 ഇഞ്ചൊന്ന് മടക്കി കൊടുക്കണം. മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ 1.5 ഇഞ്ച് അടിവശത്തെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം മടക്കുവശം വരുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ അവിടെ മടക്കുവശം തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല വശത്തേക്കാക്കാം. അപ്പം നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഇനി അടിവശം നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ വശം ആ സൈഡ് നമ്മൾക്ക് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. കുറച്ച് തുണി, പുതിയ തുണിയും പഴയത് നല്ല ഈട് നിൽക്കുന്ന ഒരുപാട് പഴക്കം ചെല്ലാത്തതുമായ തുണികൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പല അളവിൽ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇത് കുറച്ചുകൂടെ വലിപ്പത്തിലുള്ളതാണ്. വലിപ്പത്തിലുള്ള കവറ് ഉള്ളിൽ വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരെണ്ണം ജോലിക്കൊക്കെ പോകുന്നവർക്ക് ബാഗിനുള്ളിൽ മടക്കി വെച്ചാൽ
നല്ല ഉപയോഗമാണ്. അതുപോലെ നമ്മൾക്ക് വലിയ അളവിലും ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ട്. തുണിയുടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് വെട്ട് പീസൊക്കെ വരുന്ന തുണി കൊണ്ട് ഇതേപോലെ പല അളവിൽ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. നമുക്കിപ്പോൾ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ മെഷീൻ കാണും. ഓക്കെ, താങ്ക് യു.